ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് എവർക്കും സ്വാഗതം. അദ്വൈത ദീപികയുടെ 7ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, നമ്മളിൽ എല്ലാവരിലും ഞാൻ എന്ന ഉണ്മ, ഞാനുണ്ട് എന്നുള്ള ആ ഒരു ഉണ്മ എപ്പോഴും നമ്മൾക്ക് അറിയാൻ പറ്റുന്ന ഒന്നാണ്. അത് പ്രത്യേകിച്ച് ആരും ഓർമ്മപ്പെടുത്തേണ്ട ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഗുരു പറയുന്നു, അസ്ഥി അസ്ഥി, ഉണ്ട് എന്ന് സകലോപരി നിൽപ്പതൊന്നേ സത്യം. സമസ്തവും അനിത്യം അസത്യം ആകും. മൃത്തിൻ വികാരം അതസത്യം. അതിങ്കലൊക്കെ വർത്തിപ്പതോർക്കിൽ ഒരു മൃത്യുതു സത്യമത്രേ. അപ്പോൾ അസ്ഥി എന്ന് സകലോപരി നിൽപ്പതൊന്നേ സത്യം. ഉണ്ട് എന്ന് എല്ലാത്തിനും ഉപരിയായിട്ട് നിൽക്കുന്നത് ഒന്ന് മാത്രമാണ് സത്യം. അപ്പം നമ്മളിൽ എല്ലാവരിലും അതാണ് ഉണ്മ. ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഞാനുണ്ട് എന്ന് അത് എല്ലാത്തിനെയും ഉപരിയായിട്ട് ഈ ഉണ്ട് എന്ന് പറയുന്ന അറിവിനും അപ്പുറത്ത് നിൽക്കുന്ന ഏതൊന്നുകൊണ്ടാണോ ഇത് പറയുന്നത്, അതാണ് നിൽപ്പതൊന്നേ സത്യം എന്ന് പറയുന്നത്. സത്യം ഒന്ന് മാത്രം എന്ന് പറയുമ്പോൾ അതൊരിക്കലും നശിക്കാത്ത. ഇപ്പോൾ നമ്മൾ സാധാരണ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സത്യം മാത്രമേ പറയാവൂ എന്ന് പറയുന്നൊരു സത്യമുണ്ട്. ആ സത്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മറിച്ച് എല്ലാ അറിവുകളെയും തിരിച്ചറിയുന്ന, ഉണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ മറ്റുള്ള ഏത് ഭാവങ്ങളെയും തിരിച്ചറിയുന്ന അതൊന്ന് മാത്രമാണ് സത്യം പറയുകയാണ്. മറ്റെല്ലാം അസത്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് അത്രമാത്രം ശക്തമായിട്ട് ഗുരു നമ്മളെ ഉറപ്പിക്കുവാനായിട്ട്, അത് നമ്മളിൽ രൂഢമൂലമാക്കി മാറ്റുവാനായിട്ട് ശ്രമിക്കുന്നത്? കാരണം എത്രയോ ജന്മാന്തരങ്ങളായിട്ട് ഞാൻ പാപിയാണ്, ഞാൻ ദുഃഖിയാണ് എന്നുള്ള ആ ഭാവമാണ് എല്ലാവരിലും മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ അതിനെ മാറ്റിയെടുക്കണമെങ്കിൽ ഈ സാക്ഷിയായിട്ട്, ഇതിനെല്ലാം സാക്ഷിയായിട്ട് വർത്തിക്കുന്ന ഏതൊന്നുണ്ടോ അതാണ് സത്യമായിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ സാക്ഷാത്കരിക്കേണ്ടത്, തിരിച്ചറിയേണ്ടത്. സാക്ഷാത്കാരം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും പലർക്കും ഭയമാണ്. കാരണം അത് നമ്മളെ സാധാരണ ആളുകൾക്ക് സാധ്യമാകാത്തൊരു കാര്യമാണ് എന്നൊരു ധാരണ എല്ലാവരിലേക്കും പകർന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആർക്കും ഇത് സാധ്യമാണ് എന്ന് ഗുരു പറയുകയാണ്. അപ്പോൾ ഗുരുവിൻ്റെ വാണികളിൽ നമ്മൾക്ക് 100% ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ താളം തെറ്റി പോകുന്നത് എന്നാണ്. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യവധാരണ സാ ശ്രദ്ധ. അപ്പോൾ സത്യത്തിലും ഈ ഗുരുവിൻ്റെ വാക്യത്തിലും അതിനകത്ത് സത്യബുദ്ധി ഉണ്ടാകണമെന്നാണ്. ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലും. ഇപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നത്, ഇപ്പോൾ ഗുരു പറയുന്ന ഈ കൃതികൾ, അത് ശാസ്ത്രമാണ്. അത് 3 കാലങ്ങളിലും മാറാതെ നിൽക്കുന്ന ഒന്നാണ്. അത് ആ സത്യത്തെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. പക്ഷെ തിരിച്ചറിയണമെങ്കിൽ അവിടെ ഈ മനസ്സും ബുദ്ധിയും ഒക്കെ ആവശ്യമാണ്. പക്ഷെ പരിമിതമായിട്ടുള്ള കാലദേശങ്ങളുടെ അകത്ത് നിന്നുകൊണ്ടുള്ള ഈ മനസ്സിനും ബുദ്ധിക്കുമൊക്കെ എങ്ങനെയാണ് അപരിമിതമായിട്ടുള്ള കാലദേശാധിപർത്തിയായിട്ടുള്ള ആ പരമ്പൊരുളിനെ തിരിച്ചറിയാൻ പറ്റുക? അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഗുരു സൂചിപ്പിക്കുന്നു, ഇതിനെല്ലാം അപ്പുറത്ത് നിൽക്കുന്ന അതൊന്നു മാത്രമാണ് സത്യം, മറ്റെല്ലാം അസത്യമാണ്. അപ്പോൾ അങ്ങനെ അസത്യത്തെ നമ്മൾ ഒരിക്കലും സത്യമായി ധരിക്കരുത്. ആ ധരിക്കുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഗുരുവിൻ്റെ ആ ഒരു ശാസ്ത്രത്തിൻ്റെയും അതുപോലെ ഗുരുവിൻ്റെ വാക്യത്തിലും നമ്മൾക്ക് വേണ്ടുന്ന ആ ശ്രദ്ധ ഉണർന്നു വരാത്തത് കൊണ്ട് തന്നെയാണ് ഇത് നമ്മൾക്ക് ഉറയ്ക്കാത്തത്. നമ്മളപ്പോഴും വേറെ പലതും തേടി പോവുകയാണ്. ആ തേടിപ്പോകലാണ് നമ്മുടെ
ദുഃഖത്തിന് കാരണമായിട്ടുള്ളത്. അപ്പം അവനവനിൽ ഉറച്ചു നിൽക്കുക, അതാണ് സമസ്തവും അസത്യം, അനിത്യം അസത്യം. അപ്പോൾ നിത്യമല്ലാത്തത് തന്നെയാണ് അസത്യം എന്ന് പറയുന്നത്. പിന്നെയോ മൃത്യുൻ വികാരം, അത് അസത്യം, അതിങ്കിലൊക്കെ വർത്തിപ്പതോർക്കിൽ ഒരു മൃത്യുതു സത്യമത്രേ. അപ്പോൾ ഇവിടെ കുടത്തിൻ്റെയും മണ്ണിൻ്റെയും മൃത്ത് എന്ന് പറയുന്നത് മണ്ണാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ അറിവിനെ ഉറപ്പിക്കുക എന്നുള്ളതാണ്. ആ അറിവിനെ ഉറപ്പിക്കുന്നതിലൂടെ നമ്മളുടെ ഉള്ളിലുള്ള അജ്ഞാനം മാറുകയും അത് കൂടുതൽ കൂടുതൽ തെളിമയോടുകൂടി നമുക്ക് ജ്വലിച്ച് കിട്ടുകയും ചെയ്യും. തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.